ദൈവദശകം ഗുരുദേവൻ എഴുതിയ കൃതിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന ദൈവത്തെ എന്ന് പറഞ്ഞിട്ടില്ല. അത് ഏത് മതത്തിലുള്ള ആൾക്കും അത് അവരുടെ ദൈവമാണെന്ന് സങ്കല്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കൃതിയാണ്. ഇതില് ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു രൂപവും ഇല്ല. പ്രകാശ സ്വരൂപമാണ് ദൈവം എന്ന് കരുതിയാണ് ഗുരുദേവൻ ദൈവദശകം എഴുതുന്നത്. ഒരു മതത്തെയും കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മുടെ സനാതന ധർമ്മത്തിലുള്ള ചില വാക്കുകൾ, സൃഷ്ടി, സ്രഷ്ടാവ്, സൃഷ്ടിജാലം, മഹാദേവൻ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊന്നും ഒരു ഹിന്ദു മതത്തിന്റെ ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്. മഹാദേവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവനെ അല്ല, ദൈവങ്ങൾക്കും അപ്പുറമുള്ള ഏറ്റവും മുകളിലുള്ള ദൈവത്തെയാണ് മഹാദേവൻ എന്ന വാക്കുകൊണ്ട് ഗുരുദേവൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ദൈവദശകം തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്ന വേർഡ് ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അത് അവസാനിക്കുന്ന വേർഡ് ലാസ്റ്റ് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ബുക്കൊക്കെ റെഡിയാക്കി. അവസാനം സുഖം എന്ന് പറഞ്ഞാണ് നിർത്തുന്നത് അല്ലെ? നമ്മളെല്ലാരും ഈ സുഖത്തിന് പിന്നാലെ ഓടുന്ന ആൾക്കാരാണ് അല്ലെ? നമുക്ക് എപ്പോഴും വേണ്ടത് സുഖമാണ്. ശരീരത്തിന് സുഖം വേണം, മനസ്സിന് സുഖം വേണം, എല്ലാവർക്കും വേണ്ടത് സുഖം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും താഴേക്കിടയിലുള്ള സുഖം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയ സുഖങ്ങളാണ്. നമ്മൾ അതിന്റെ പിന്നാലെ കുറെ പേര് ഓടുന്നുണ്ട് അല്ലെ? പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണ്. കണ്ണിന് എപ്പോഴാ സുഖം കിട്ടുന്നത്? നല്ല കാഴ്ച കാണുമ്പോഴാണ് കണ്ണിന് സുഖം കിട്ടുന്നത്. മൂക്കിനാണെങ്കിലോ നല്ല മണം, നാവിനാണെങ്കിലോ നല്ല രുചി. അതിനുവേണ്ടി വീട്ടിൽ വഴക്കുണ്ടാവും അല്ലേ? ടേസ്റ്റ് ഇല്ല, നല്ല രുചി വേണം. കാതിനാണെങ്കിലോ നല്ല കേൾവി. ഇനി നമ്മുടെ ത്വക്കിനാണെങ്കിലോ നല്ല സ്പർശനം. ഈ സുഖത്തിന് പിന്നാലെയാണ് നമ്മൾ എല്ലാവരും ഓടുന്നത്. പക്ഷേ ഗുരുദേവൻ ഇവിടെ പറയുന്നത് പരമമായ സുഖത്തെ കുറിച്ചാണ്, ആത്മസുഖത്തെ കുറിച്ചാണ്. ദൈവം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ആനന്ദത്തെ കുറിച്ചുള്ള ആ സുഖത്തെ പറ്റിയാണ് ഗുരുദേവൻ ഇതിൽ പറയണത്. നമ്മളെല്ലാവരും ഓടുന്നത് മറ്റു സുഖങ്ങളിലേക്കാണെങ്കിൽ ഗുരുദേവൻ പറയുന്ന സുഖം അത് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവം എന്താണെന്ന് അറിയണം. അറിഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അത് അറിയുമ്പോഴാണ് നമുക്ക് ആ പരമമായ സുഖത്തിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ആണ് ദൈവദശകം. അപ്പൊ ആദ്യത്തെ ശ്ലോകം ദൈവമേ കാത്തുകൊള്ളുക. വളരെ ലളിതമായിട്ടാണ് ഗുരുദേവൻ പറയുന്നത്, പക്ഷേ ഭയങ്കര അർത്ഥമുള്ള വരികളാണ്. നമ്മൾ വായിക്കുന്ന ഉപനിഷത്ത്, നാരായണം, ഭാഗവതം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസമാണ്. അതിലൊക്കെ കിട്ടുന്ന ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ദൈവദശകം വായിച്ചാലും കിട്ടുന്നത്. ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരു ആവി വൻ തോണി നിൻപദം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ദൈവമേ നീ ഞങ്ങളെ രക്ഷിക്കണേ, കാത്തുകൊള്ളണേ. എങ്ങനെ? കൈവിടാതെങ്ങു ഞങ്ങളെ. ഞങ്ങൾ മറന്നാലും നീ ഞങ്ങളെ കൈവിടണം. നിന്റെ ഒരു ശ്രദ്ധ ഞങ്ങളിൽ വേണം. നീ ഞങ്ങളെ കൈവിടരുത്. ഇനി നീ ആരാണ്? നീ ആരാണ്? നാവികൻ നീ. നാവികൻ എന്ന് പറഞ്ഞാൽ കപ്പിത്താൻ അല്ലെ? കപ്പലിലെ കപ്പിത്താനാണ് നീ. കപ്പിത്താൻ എന്താണ് ചെയ്യുന്നത്? എല്ലാവരെയും ദിശ മാറിപ്പോവാതെ കറക്റ്റ് ദിശയിലേക്ക് തുഴഞ്ഞു കൊണ്ടുപോകുന്ന ആളാണ് കപ്പിത്താൻ. നീ കപ്പിത്താനാണ്. എന്തിനാണ് നീ കപ്പിത്താൻ? ഇതിൽ കപ്പൽ എന്താണ്, സമുദ്രം എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. നാവികൻ നീ ഭവാബ്ദിക്ക്. അബ്ദി പറഞ്ഞാൽ സമുദ്രം, ഭവാബ്ദി എന്ന് പറഞ്ഞാൽ സംസാരമാകുന്ന സമുദ്രം. സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതം അല്ലെ? ജനനം മുതൽ മരണം വരെയുള്ള അതിന്റെ ഇടയിലുള്ള ജീവിതത്തെ നമുക്ക് സംസാരം എന്ന് പറയാം. ഈ സംസാര സമുദ്രത്തിലെ കപ്പിത്താനാണ് നീ. എന്നാൽ കപ്പൽ എന്താണ്? ഒരാവി വൻ തോണി നിൻ പദം. നിൻ പദം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ദൈവത്തെ സ്വരൂപമായിട്ടല്ല, ഇനി നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നതെങ്കിൽ, ആ ഒരു രൂപമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ദൈവത്തിന്റെ ചരണങ്ങളായിട്ട് നമുക്ക് കപ്പലിനെ വിചാരിക്കാം. അതായത് നീ കപ്പിത്താനാണ്. നിന്റെ ചരണമാകുന്ന കപ്പലില് ഞങ്ങളെ ഏറ്റി, നമ്മളെ കേറ്റി സുരക്ഷിതമായിട്ട് ഈ സംസാരമാകുന്ന ലോകത്തെ നീന്തി മറുകരയിലെത്താൻ നീ ഞങ്ങളെ സഹായിക്കണം. ഇത് നീന്തി കടക്കുന്നത് വരെ
നീ ഞങ്ങളെ കാത്തുകൊള്ളണം കൈവിടാതെ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരു രൂപം കൊടുക്കാതെയാണ് ഭഗവാനെ കാണുന്നത്, ഒരു പ്രകാശ സ്വരൂപമായിട്ടാണെങ്കിൽ നിൻ പദം എന്ന് പറഞ്ഞാൽ നിന്നിൽ നമ്മൾ എന്താണ് ചരണം പ്രാപിക്കുകയാണ്. നിന്റെ വചനങ്ങളെന്നോ നിന്റെ നാമങ്ങളെന്നോ നമുക്ക് പറയാം. അപ്പോൾ ഒരു ആവി വൻ തോണി, ആ കപ്പൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഭഗവാന്റെ ചരണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമമായിട്ടോ ഭഗവാന്റെ വചനമായിട്ടോ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ആദ്യത്തെ 4 വരിയുടെ അർത്ഥം. അപ്പം അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, പക്ഷെ നമ്മളെ പോലെ കുറച്ച് അല്ലെ, എനിക്കൊപ്പം സൗമ്യക്കാനും അറിയാത്ത കുറച്ച് പേരുണ്ട്, അവർക്കും കൂടെ വേണ്ടി. അപ്പൊ വലിയ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം, അതങ്ങനെ അല്ല എന്നുള്ളത്. അപ്പോൾ ഈ സംസാരമാകുന്ന സാഗരം നീന്തിക്കടക്കുന്ന കപ്പലിലെ കപ്പിത്താനം നിന്റെ ചരണങ്ങളിലേറ്റി ഞങ്ങളെ ഒരിക്കലും കൈവിടാതെ ഈ ജീവിതം എങ്ങനെയാണോ അത് തുഴഞ്ഞ് അപ്പുറത്ത് പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്നാണ് 4 വരി. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇതിലും നല്ല ഒരു പ്രാർത്ഥന വേറെയില്ല. ഇനി അടുത്ത 4 വരി, ആദ്യത്തെ 4 വരി എല്ലാവർക്കും മനസ്സിലായിരിക്കും. അടുത്ത 2ാമത്തെ ശ്ലോകം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. വളരെ അർത്ഥമുള്ള ഒരു വരിയാണ്. ഇതിപ്പോ ഞാനിത് കേട്ടത് ഒരു വീഡിയോ കേട്ട് പഠിച്ചതാണ് കേട്ടോ. ഇത് വളരെ നന്നായിട്ടൊരു സ്വാമിജി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയും, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഞാൻ അറിയാണ്ട് ഞാൻ കരഞ്ഞു പോയി. അത്രയും ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാക്സിമം ശ്രമിക്കാം. കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം, നിങ്ങൾ അത് കേട്ടോളൂ. എനിക്ക് കിട്ടിയ അതേ സന്തോഷം നിങ്ങൾക്കും കിട്ടണം. പക്ഷെ ഞാൻ പറയുമ്പോൾ അത്രയും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഈ ലോകത്തിൽ. എല്ലാം വളരെ വ്യത്യസ്തമായ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കാണുന്നവൻ ആരാണ്? കാണുന്ന ആൾ ആരാണ്? നമ്മളെന്ന് പറഞ്ഞാൽ കാണുന്നവൻ ഒരാളാണ്. ദൃശ്യങ്ങൾ പലതാണെങ്കിലും കാണുന്നവൻ ഒരാളാണ് എന്ന് പറയുന്ന 4 വരികളാണ് ഇത്. നമ്മുടെ ചിന്ത ദൃശ്യങ്ങളിൽ നിന്ന് മാറ്റി കാണുന്നവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന 4 വരിയാണ് ഈ പറയാൻ പോണത്. ഇത് പറയുന്നതിന് സ്വാമിജി ഒരു ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. ഉദാഹരണത്തിൽ ശങ്കരാചാര്യരും ഒരു ബ്രാഹ്മണ വൃദ്ധൻ, വയസ്സായ അദ്ദേഹം ഇനി മരിക്കാൻ പോവുകയാണ്, അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണ വൃദ്ധനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ കൂടെയാണ് ഇത് ഈ 4 വരിയുടെ അർത്ഥം പറയുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണ വൃദ്ധൻ ശങ്കരാചാര്യർ കണ്ടപ്പോ പറയാണ്, അങ്ങ് വേദം അറിഞ്ഞവനല്ലേ, ഞാനിതാ മൃതപ്രായനായിട്ടിരിക്കുവാണ്. അപ്പൊ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ആത്മസാക്ഷാത്കാരം നേടാതെ നമുക്ക് മോക്ഷം കിട്ടില്ല. ദൈവത്തെ കാണാതെ ദൈവത്തെ അറിയാതെ മരിക്കുകയാണെങ്കിൽ എനിക്ക് മോക്ഷം നമുക്ക് ആർക്കും മോക്ഷം കിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് എനിക്ക് ഈ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ പ്രകാശ സ്വരൂപത്തെ അങ്ങ് കാണിച്ചു തരണം എന്ന് ശങ്കരാചാര്യരോട് പറയുകയാണ്. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞു, നിനക്ക് എന്താണ് അറിയുന്നത്? നീ എന്താണ് അറിഞ്ഞു വെച്ചിരിക്കുന്നത്? അത് നീ എന്നോട് പറയൂ. അപ്പൊ ആ ബ്രാഹ്മണ വൃദ്ധൻ പറഞ്ഞത്, ഞാൻ കുറെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ പരോക്ഷമായി കുറെ കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ എനിക്ക് ഒരു അനുഭവം ഇല്ല. അതായത് ദൈവമുണ്ട് എന്നൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒരു അനുഭവത്തിലോട്ട് അത് വന്നിട്ടില്ല. അപ്പൊ ഗുരുജി ചോദിക്കുന്നുണ്ട്, നീ പറയും നിനക്ക് എന്താണ് അറിയുന്നത്? അപ്പൊ പറയുന്നത്, ഒരിക്കലും മാറാത്തതും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്നതുമാണ് നമ്മുടെ ആത്മാവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആ ബ്രാഹ്മണ വൃദ്ധൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അനുഭവം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോ ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, നീ എപ്പോഴും പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, പ്രകാശം എന്ന് പറഞ്ഞില്ലേ, ഈ ജഗത്തിനെ, ഈ ദൃശ്യത്തെ കാണുന്നതിനുള്ള വെളിച്ചം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ കഥ. നിനക്ക് ഈ വെളിച്ചം എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ശങ്കരാചാര്യർ ഈ ബ്രാഹ്മണ വൃദ്ധനോട് ചോദിക്കുകയാണ്. അപ്പൊ ആ വൃദ്ധൻ പറയുന്നു, സൂര്യനിൽ. ഓക്കെ, അപ്പം ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, അത് പകലിലല്ലേ, രാത്രിയിൽ എങ്ങനെയാണ്? അപ്പൊ വൃദ്ധൻ പറയുന്നു, അത് നിലാവ് എന്ന് ചന്ദ്രനിൽ നിന്ന് അല്ലെങ്കിൽ വിളക്കിൽ നിന്നോ എനിക്ക് ആ ദൃശ്യം കാണാനുള്ള വെളിച്ചം കിട്ടും. അപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞു, ശരി, പക്ഷെ ആ ദൃശ്യം, ആ പ്രകാശം കാണുന്നത് എങ്ങനെയാണ്?
അപ്പൊ വൃദ്ധൻ പറഞ്ഞു കണ്ണുകൊണ്ട്. അപ്പോ ശങ്കരാചാര്യർ ചോദിച്ചു, അത് ഓക്കെ ശരി കണ്ണുകൊണ്ട്, പക്ഷേ കണ്ണടച്ചാലും നമുക്ക് മനോരഥങ്ങളുണ്ട്, നമ്മൾ സ്വപ്നം കാണും, അതെങ്ങനെയാണ്? അപ്പോൾ ബ്രാഹ്മണ വൃദ്ധൻ പറഞ്ഞു, അത് മനസ്സിന്റെ പ്രകാശം കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ശങ്കരാചാര്യർ ചോദിച്ചു, ഈ ബുദ്ധിയെ ആരാണ് അറിയുന്നത്? ഓക്കെ, അപ്പോ ഈ ബ്രാഹ്മണ വൃദ്ധൻ പറഞ്ഞു, ബുദ്ധിയെ ഞാനാണ് അറിയുന്നത്. അപ്പൊ ശങ്കരാചാര്യ, ഈ ഞാൻ എന്താണ്? ഈ ഞാൻ തന്നെയാണ് എന്ന് ബ്രാഹ്മണ വൃദ്ധൻ പറഞ്ഞു. ഈ ഞാൻ ആരറിയുന്നു? ഈ ഞാൻ എന്ന് പറയുന്നതിനെ? അപ്പോ ബ്രാഹ്മണ വൃദ്ധൻ പറഞ്ഞു, ഞാൻ എന്നതിനെ സ്വയം അറിയുന്നു. അപ്പോ ശങ്കരാചാര്യർ പറഞ്ഞു, അതാണ്, നീ തന്നെയാണ് പരമമായ ബ്രഹ്മം, നീയാണ് ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ അർത്ഥം എന്താണെന്ന്? മനസ്സിലായോ? ഒരു ഞാൻ അതിന് വേറൊരു കാര്യം പറയാം. നമ്മൾ മരിച്ചു കിടക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ മരിച്ചു കിടക്കുമ്പോഴും സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നിലാവുണ്ട്, വിളക്കുണ്ട്, നമ്മുടെ കണ്ണുകളുണ്ട്, നമ്മുടെ തലച്ചോറ്, ബുദ്ധി എന്ന് പറയുന്നത് അതെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതെന്തെങ്കിലും കാണുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? നമുക്കത് അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ബ്രഹ്മം വേണം. നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്ന പരബ്രഹ്മം. ആ ബ്രഹ്മം ഉണ്ടെങ്കിലേ, ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ബ്രഹ്മത്തിന്റെ ആ ചൈതന്യം ഇല്ലെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോ അതറിഞ്ഞു കഴിയുമ്പോൾ ആ ബ്രാഹ്മണ വൃദ്ധൻ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് കരഞ്ഞു പോവുകയാണ്. ശരിയാണ് പ്രഭു, ഞാൻ തന്നെയാണ് അത്. ശങ്കരാചാര്യർ പറയാണ്, നീ തന്നെയാണ് പരമമായ ബ്രഹ്മം, നീ തന്നെയാണ് അത്, തത്വമസി എന്ന് പറയുകയാണ്. അപ്പോ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് മാറ്റി കാണുന്നവനിലേക്ക് കൊണ്ടുവരികയാണ്. ഇതാണോ ഞാൻ തേടുന്ന സത്യം എന്ന് ഗുരുവിനോട് ചോദിക്കുമ്പോൾ ഗുരു പറയുകയാണ്, ഇതല്ല. അപ്പോ വൃദ്ധൻ ചോദിക്കുന്നു, എന്നാൽ ഇതാണോ ഞാൻ തേടുന്ന സത്യം? അപ്പോ ആചാര്യൻ പറയാണ്, ഇതല്ല. ഇങ്ങനെ ഒന്നൊന്നായി എണ്ണി എണ്ണി അവസാനം അത് എങ്ങോട്ട് കൊണ്ടുവരികയാണ്? നീ എന്ന പരമമായ സത്യം, നിന്നെ ഉള്ളിലുള്ള ബ്രഹ്മത്തിലേക്ക് നിന്നെ നയിച്ചു കൊണ്ടുവരികയാണ്. അതാണ് ഗുരു. നമ്മൾ പറയില്ലേ, മാതാ പിതാ ഗുരുദേവം. നമ്മൾ വേറെ ഇത് പറയില്ലേ, മാതാവിന്, നമ്മൾ പെണ്ണുങ്ങളൊക്കെ പറയും മാതാവിനാണ് വലിയ സ്ഥാനം, മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിതാവ്, ദൈവത്തിന് 4ാമത്തെ സ്ഥാനമാണെന്നൊക്കെ നമ്മൾ പറയും. ഞാൻ വേറൊരു വർഷം കേട്ടിട്ടുണ്ട്, പിതാവിനെ ചൂണ്ടിക്കാണിക്കുന്നവളാണ് മാതാവ്. എന്താണ്, ഗുരുവിനെ പറഞ്ഞു തരുന്നത് ആരോ, ആ ഗുരുവിനെ കാണിക്കുന്ന ആളാണ് പിതാവ്. എന്നാൽ ദൈവം ആരാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ശങ്കരാചാര്യരും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഗുരു തന്നെയാണ്. ദൈവം ആരാണെന്നറിഞ്ഞ് ദൈവം ഇതാണെന്ന് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഇനി ഈ 4 വരികളിലേക്ക് വരാം. ഒന്നൊന്നാ എണ്ണി. ആ ബ്രാഹ്മണ വൃദ്ധൻ എന്തൊക്കെയാണ് എണ്ണിയത്? സൂര്യനെന്ന് എണ്ണി. അപ്പോ ശങ്കരാചാര്യർ പറഞ്ഞു, സൂര്യനല്ല. അപ്പൊ ആ പൊരുൾ അവിടെ അടങ്ങി, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി. അടുത്തത് ചന്ദ്രനെന്ന് പറഞ്ഞു, വിളക്കെന്ന് പറഞ്ഞു, അതല്ല നീ ഉദ്ദേശിക്കുന്ന സത്യം, ആ പൊരുൾ അവിടെ അടങ്ങി. അടുത്ത തൊട്ടെണ്ണി. എങ്ങനെ തൊട്ടെണ്ണി? കണ്ണാണ്. ഇവിടെ ഉള്ളതൊക്കെ കഴിഞ്ഞു. നമുക്ക് പിന്നെ നമ്മൾ തൊട്ടെണ്ണുകയാണ്. എന്റെ കണ്ണ്, എന്റെ ബുദ്ധി, എന്റെ ചിന്ത, ഇതെല്ലാം തൊട്ടെണ്ണി. ഇതല്ല എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒക്കെ പൊരുൾ അടങ്ങി. പിന്നെ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? നിന്നിടും ദൃക്ക് പോലുള്ള. ദൃക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. ആരാണോ കാണുന്നത് അവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ചലനമില്ല. നിന്നിടും ദൃക്ക് പോലുള്ള, നിന്നിൽ അസ്പന്ദമാകണം, നിന്നിൽ ലയിക്കണം. പിന്നെ അവിടെ നിന്ന് ചലനമില്ല, നിന്നിൽ വന്ന് അലിഞ്ഞു ചേരണം. അതായത് മോക്ഷത്തിന്റെ ആ ഒരു അവസ്ഥയാണ് ഗുരുദേവൻ പറയണത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളടങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള, നിന്നിൽ അസ്പന്ദമാകണം, നിന്നിൽ ലയിച്ച് അലിഞ്ഞു ചേരണം. പിന്നെ അവിടെ നിന്ന് ഒരു ചലനമില്ല. നീയാണ് ബ്രഹ്മം, അതായത് എന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ബ്രഹ്മം എന്ന് മനസ്സിലായി അതിൽ അലിഞ്ഞു ചേരണം. അപ്പോ മോക്ഷം, അതായത് ആ സമാധി അവസ്ഥയെ കുറിച്ചാണ് ഗുരുദേവൻ പറയുന്നത്.
മനസ്സിലായോ എല്ലാവർക്കും ഈ 4 വരികൾ? നമ്മൾ കാണുന്ന കാഴ്ചയിലല്ല, നമ്മളെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മം. നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, തൊഴാറുണ്ട്. ആ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ അതാണ് ദൈവമെന്ന് വിചാരിക്കുന്നു. അത് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആദ്യം ഒരു ബ്രഹ്മം വേണം, എങ്കിലേ നമുക്കത് കാണാൻ പറ്റൂ. കണ്ണില്ലാത്ത ആൾക്കാരും ജീവിക്കുന്നുണ്ട്. അവരെങ്ങനെയാ ജീവിക്കണേ? അവരുടെ ഉള്ളിലൊരു ബ്രഹ്മമുണ്ടല്ലേ. നമുക്ക് ജീവൻ വേണമെങ്കിൽ ഉള്ളിലുള്ള ബ്രഹ്മം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ ബ്രഹ്മം ഇല്ലെങ്കിൽ നമ്മളില്ല. ഇങ്ങോട്ട് ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന വരികൾ ഇനി വരികയാണ്. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് 4-മത്തെ. അടുത്തത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അതായത് 2-മത്തെ ശ്ലോകത്തിൽ പറയുന്നു, മോക്ഷം തരുന്നവൻ നീയാണ്. ആ മോക്ഷം തരുന്നവനും നീയാണ്. ഡെയിലി ലൈഫിന് വേണ്ട, ദൈനംദിന ജീവിതത്തിന് വേണ്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തരുന്ന ആളും നീ തന്നെയാണ്. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, അത് ക്ലോത്ത്സ്, ആദി മുതലായവ. അന്നവസ്ത്രാദി മുട്ടാതെ, ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, നീ നമുക്ക് തന്നു രക്ഷിക്കുന്നു. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എങ്ങനെയെങ്കിലും ആ സമയത്ത് കൊണ്ടുവരുന്നു. തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്നു. ഇതെല്ലാം കിട്ടുമ്പോൾ നമ്മൾ ധന്യരാവുകയാണ്. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ, അത് വായിക്കുമ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് വായിക്കണം. നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ, നീ ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ തമ്പുരാൻ. 3-മത്തെ ശ്ലോകം വളരെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത്, എന്തെങ്കിലും തെറ്റ് പറയണം, ബുക്കിലൊന്ന് വരികൾ കറക്റ്റ് ആണെന്ന് നോക്കണേ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം. എന്നുള്ളിലാകണം എന്നല്ല, എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാകണം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കലാണ്. ഇവിടെ എന്തൊക്കെയാണ്? ആഴി പറഞ്ഞാല് സമുദ്രം, ആഴിയും തിരയും. തിര എന്താണ്? വേവ്സ്, തിരമാല. കാറ്റ് വിൻഡ്. ആഴം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെപ്ത്. ഇത് 4ഉം പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. കറക്റ്റ് ആണോ? സമുദ്രത്തില് കാറ്റ് വീശുന്നത് കൊണ്ടാണ്, വിൻഡിന്റെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് തിരമാല ഉണ്ടാവുന്നത്. ഓക്കെ, തിരമാല എവിടെയാ ഉണ്ടാവുന്നത്? സമുദ്രത്തിന്റെ ഡെപ്ത് കൂടുമ്പോ തിരമാല ഇല്ലല്ലോ. ഉൾക്കടലിലേക്ക് പോയാലും നമുക്ക് തിരമാല കാണാൻ പറ്റില്ല അല്ലെ. പക്ഷെ സമുദ്രത്തിന്റെ ഡെപ്ത് ഇല്ലാത്തടത്താണ് ഈ തിരമാല ഉണ്ടാവുന്നത്. ഈ 4ഉം ഒന്നിനൊന്ന് ചേർന്നിരിക്കുകയാണ് അല്ലെ. സമുദ്രത്തിലെ കാറ്റ്, തിരമാല, അതിന്റെ ആഴം. ഓക്കെ, ഇനി ഇതുമായിട്ട് മാച്ച് ചെയ്യേണ്ട ആൾക്കാർ ഇപ്പുറത്തുണ്ട്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഇവിടെ ഞങ്ങളും, പിന്നെ മായയും നിൻ മഹിമയും നീയും. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഞങ്ങളുണ്ട്, മായയുണ്ട്, മഹിമയുണ്ട്, ഞങ്ങളുണ്ട്, മായയുണ്ട്. മായ എന്താണ്? മായയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. മായ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ തന്നെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു സാമഗ്രിയാണ് മായ എന്ന് പറയുന്നത്. ഇല്യൂഷൻ. മായ എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റാത്തതിനെ മെഷർ ചെയ്ത് കാണിക്കുന്നതാണ് മായ. അളക്കാൻ പറ്റാത്ത കാര്യങ്ങളെ അളന്ന് കാണിച്ചു തരികയാണ് മായ. നമ്മൾ പറയുന്നില്ലേ, ഭൂതം, ഭാവി, വർത്തമാനം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇങ്ങനെ ഒന്നും ഇല്ല. ഇതെല്ലാം അളന്ന് കാണിച്ചു തരികയാണ് മായ എന്ന് പറയുന്നത്. ഇല്യൂഷൻ. നമ്മളെല്ലാവരും ഒരു ഇല്യൂഷനിലാണ് അല്ലെ. നമ്മൾ ജനിക്കുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ഒരു അംശം തന്നെയാണ് നമ്മൾ. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകേണ്ടത് അങ്ങോട്ടാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ടെമ്പററി ആയിട്ടുള്ള റിലേഷൻസ് ആണ് ഇത്. നമ്മുടെ ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, മക്കൾ, ഇതെല്ലാം ടെമ്പററി ആയിട്ടുള്ള റിലേഷൻ ആണ്. നമ്മുടെ പെർമനന്റ് റിലേഷൻ എപ്പോഴും ഭഗവാനുമായിട്ടാണ്. ഭഗവാനാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കണം. നമ്മളത് അറിയണേയില്ല ആ സ്നേഹം. നമ്മള് ഈ മായക്കുള്ളിനകത്ത് കിടന്ന് നമുക്കുള്ള ഈ ഒരു സ്ഥിരമല്ലാത്ത അസ്ഥിരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. എന്നാൽ ഭഗവാനിലേക്കാണ് പോകേണ്ടത് എന്നറിഞ്ഞ് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണേ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. ആഴി, തിര, കാറ്റ്, ആഴം. ഇവിടെ പറയുന്നത് ഞങ്ങളും
നീയും നിന്റെ മഹിമയും പിന്നെ മായ. ഒന്ന് മാച്ച് ചെയ്ത് പറയാമോ? എന്താണ് എന്തിനോട് മാച്ച് ആവണേന്ന്? ആഴിയായിട്ട് മാച്ച് ചെയ്യുന്നത് എന്താ? ആഴി എന്ന് പറഞ്ഞാൽ സമുദ്രം. സമുദ്രം എന്ന് പറയുന്നത് ഭഗവാനെയാണ് കാണിക്കുന്നത്. ഓക്കെ, സമുദ്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ആഴിയും തിര. തിര എന്ന് പറഞ്ഞാൽ തിരമാല. തിരമാല എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, നിന്റെ സൃഷ്ടി. ഓക്കെ, ഇനി കാറ്റ്. കാറ്റ് എന്ന് പറഞ്ഞാൽ മായയാണ്. മായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തന്നെ സൃഷ്ടിജാലമാണ് മായ എന്ന് പറയുന്നത്. മായ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ സൃഷ്ടി നടക്കുന്നത്. അത് മായയാണ്. പിന്നെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മഹിമ. മഹിമ എന്ന് പറഞ്ഞാൽ വിസ്ഡം. ഓക്കെ, ഇനി ഇത് പരസ്പരം എങ്ങനെയാണോ സമുദ്രവും സമുദ്രത്തിലെ തിരമാലയും കാറ്റും സമുദ്രത്തിന്റെ ആഴവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെയാണ് നീയും നിന്റെ സൃഷ്ടിയായ ഞങ്ങളും ഇവിടെ ഉള്ള മായയും നിന്റെ മഹിമയും ഇതെല്ലാം കണക്ട് ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ ഉണ്ടാകണം, എന്ന് എൻ്റെ ഉള്ളിലാകണം. ഇതെല്ലാം പരസ്പരം ബന്ധിച്ചിരിക്കുകയാണ്. നിന്റെ തന്നെ നോക്കൂ, സമുദ്രത്തിന്റെ തന്നെ അല്ലേ തിരമാല എന്ന് പറഞ്ഞാൽ? അത് സമുദ്രത്തിന്റെ തന്നെ അംശമാണ്. എന്തുകൊണ്ട് തിരമാല ഉണ്ടാവുന്നു, ഞങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നെ എന്താണ്, സൃഷ്ടി സ്വരൂപിണിയാണ് മായ എന്ന് പറഞ്ഞാൽ. ശക്തി സ്വരൂപിണിയാണ് മായ. ഈ മായയിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടാകുന്നത്. ഈ മായ, കാറ്റ് വീശുന്നത് കൊണ്ടാണ് തിരമാല ഉണ്ടാവുന്നത് പോലെ ഈ മായ ഉള്ളത് കൊണ്ടാണ് നമ്മളായ സൃഷ്ടി ഉണ്ടാവുന്നത്. ഇനി നമ്മൾ സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. അവിടെ മായയ്ക്ക് അത്ര പ്രഭാവം ഇല്ല. ആ ഡെപ്ത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശാന്തമാണ്. ദൈവത്തിന്റെ മഹിമ നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു, അപ്പോൾ നമുക്ക് മായേ ഇല്ല. മനസ്സിലായോ? നമ്മൾ ആ മായ അറിയണേ ഇല്ല. പിന്നെ നമുക്ക് സുഖ ദുഃഖങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മായയ്ക്ക് നമ്മുടെ മേൽ ഒരു പ്രഭാവവും ഇല്ല. അപ്പോൾ ഞാനും നീയും, അതായത് ഭഗവാനും ഭഗവാന്റെ ശക്തി സ്വരൂപിണിയായ മായയും നിന്റെ മഹത്വവും ഇതെല്ലാം പരസ്പരം ബന്ധിച്ചിരിക്കുന്നു എന്നുള്ള സത്യം എന്ന് എൻ്റെ ഉള്ളിലാകണം എന്നാണ് 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.